السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد. സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ എനിക്കറിയുക തന്നെ ചെയ്യും. യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബീദ, നാളെ ഖിയാമത്ത് നാളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് വന്നെത്തുന്നത് തിഹാമ പർവ്വതത്തോളം സമാനമായ അമലുകളുമായി കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൽപ്രവർത്തനങ്ങളുമായി നാളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സന്നിധിയിൽ വന്നെത്തും. ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ധൂളികളാക്കി മാറ്റിക്കളയുമെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ സമയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിൻ്റെ റസൂലെ, അവരെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തന്നാലും ഞങ്ങൾ അറിയാതെ പോലും അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരെപ്പറ്റി കൃത്യമായി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ രാത്രിയിൽ നമസ്കരിക്കുന്നത് ആ രൂപത്തിൽ രാത്രിയിൽ നമസ്കരിക്കുന്നവരും തന്നെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷേ അവരൊരു സമൂഹമാണ്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, അള്ളാഹു ഹറാമാക്കി നിശ്ചയിച്ച കാര്യങ്ങളുമായി അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് എങ്കിൽ ഇൻതഹഖൂഹ, അവരതെല്ലാം പൊളിച്ചു കളയുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹസനാത്തുകളും എല്ലാ സൽക്കർമ്മങ്ങളും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലക്ക് ഒരു ഹറാമ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവൻ മറന്ന് ആ ഹറാമിൽ മുഴുകുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ അതിന് തൗബയും ഇസ്തിഗ്ഫാറും മനക്കേതൊന്നുമില്ല അയാൾക്ക്. ആ രൂപത്തിൽ അയാൾ നാളെ ഖിയാമത്ത് നാളിൽ വരികയാണ് എങ്കിൽ അയാളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ധൂളികളാക്കി കളയുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നും ലാഹിറായിട്ടുള്ള, അതായത് പ്രകടമായി കാണുന്ന അമലുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വിലയിരുത്തരുത്. ഞാൻ കുറേയൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ കുറേയൊക്കെ സദഖ കൊടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റമദാൻ വരുമ്പോൾ നോമ്പ് കൊടുക്കുന്നുണ്ട്, ഈ രൂപത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ ഞാൻ കുഴപ്പമില്ല, ഞാൻ ഉഷാറാണ് എന്ന് വിചാരിക്കരുത്. നേരെ മറിച്ചുകൊണ്ട് നമ്മളുടെ രഹസ്യ ജീവിതത്തിലുള്ള തിന്മകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഓരോരുത്തർക്കും അറിയാൻ കഴിയും. ആ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ അത് മായ്ച്ചു കളയുന്ന നന്മകൾ നമുക്ക് ഉണ്ടാകണം. മാത്രമല്ല, എപ്പോൾ തിന്മ സംഭവിച്ചു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറയുന്നത് കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരസ്യ ജീവിതത്തെക്കാൾ ഏറ്റവും ഉത്തമമായത് അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പരസ്യമായി ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും അള്ളാഹുവിനോട് സിദ്ഖ് പുലർത്തുന്നത് അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതത്തിലായിരുന്നു. ഇപ്പം നമ്മളൊക്കെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിലോ, നമ്മളുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം സിദ്ഖുള്ളവരാണ്, സത്യസന്ധത ഉള്ളവരാണ്. നമ്മുടെ പരസ്യ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ എല്ലാ നിലക്കും എല്ലാ ഇസ്ലാമിൻ്റെ ഹുദൂദുകളും പാലിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ രഹസ്യ ജീവിതത്തിലേക്ക് വന്നാലോ അതെല്ലാം പൊളിച്ചു കളയുന്ന പ്രവർത്തനങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.